എല്ലാം നോർമലാണ്. നാളെ പോവാം. കുളിച്ചിട്ടില്ല, മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടി പോയി. രാവിലത്തെ ബസ്സിന് വരൂ. വരണ്ടാന്ന് ഞാൻ കയറി പറഞ്ഞോളാം വീട്ടിൽ. അപ്പോഴേതുണ്ടാവും. ഒരു പരികർമ്മിയായി എന്റെ കൂടെ കൂടിയത് കൊണ്ട് അയാളുടെ കാര്യവും കഷ്ടമാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ചങ്ങാതി ആയിരുന്നുകൊണ്ട് തുറന്നങ്ങോട്ട് പറയാണ്, ശരിയൊക്കെ മോശ. ബലി, ചാത്തം, അടിയന്തരങ്ങൾ ഒക്കെ അപൂർവ. അമ്പലത്തിൽ നേദ്യച്ചോറുണ്ട്, അതുകൊണ്ട് പഷ്ടി കിടക്കണ്ട. കാണുന്നവരോടൊക്കെ അവനെന്റെ ഇല്ലായും വയ്യായും പറഞ്ഞ്. ഉണ്ണിയുടെ സ്നേഹിതനാ, അപ്പോ അന്യനല്ല. മിണ്ടാതെ കിടന്നോളൂ. ആപത്ത് വന്നപ്പോ ഈ ഡോക്ടറെ തന്നെ അടുത്ത് കിട്ടിയില്ലേ, അതിന് ഭഗവാനോട് നന്ദി പറഞ്ഞോളൂ. സമാധാനമായിട്ട് കിടക്കൂ, ഇനി ഒന്നും ഉണ്ടാവില്ല. ബസ്സിന് കാത്തു നിൽക്കുക. അമ്മയെ നോക്കിയപ്പോ വിശേഷിച്ചൊന്നുമില്ല, നോർമൽ. ഞാൻ വിടാം, കയറിക്കോളൂ. വേണ്ട, ഞാൻ ഇതിലിരിക്കാൻ പേടിയുണ്ടോ? ഞാൻ വളരെ പതുക്കെ ഓടിക്കൂ. നമ്മുടെ റൂട്ടിലെ ബസ്സൊക്കെ തോന്നിയ നേരത്തെ വരിക. കയറിക്കോളൂ, കയറിക്കോളൂ. വീഴണ്ട, ശരിക്കും പിടിച്ചിരുന്നോളൂ. ഞാൻ ആദ്യമായിട്ടാ സ്കൂട്ടറിലിരിക്കുന്നത്, അതുകൊണ്ടാ പേടി. സാധാരണ ഞാൻ പറപ്പിക്കും, കുട്ടിയുള്ളതുകൊണ്ട് പതുക്കെ വിടാനും. വാടാത്ത രണ്ടെണ്ണം വെട്ട്. അയ്യോ, എനിക്ക് വേണ്ട. ഇളനീരിന് അയത്തില്ല. അപ്പുറത്ത് ഒരു മരുമടയുണ്ട്. ഞാനും ഏട്ടനും കൂടി ഒരിക്കൽ കാണാൻ വന്നിട്ടുണ്ട്. ആ കുന്നിന്റെ മുകളിൽ നോക്കിയാ കടല് കാണാം. ഇവിടെ എപ്പോഴും വരുവോ? ഓ, വടക്കേപ്പാട്ട് എപ്പോഴും വരുമല്ലോ ഡോക്ടർ. എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. ഇതൊക്കെ ദേവസ്വം സ്ഥലമായിരുന്നു അത്രേ. പിന്നെ വടക്കേപ്പാട്ടാര് മുറിച്ചു വിറ്റു പറയുന്നുണ്ട്. ഓ, ഏട്ടൻ എഴുതിയ കഥ വല്ലതും വായിച്ചിട്ടുണ്ടോ? ചിലത്. കോളേജ് മാസികയിലെ കഥ വീട്ടിലുണ്ട്. അതിൽ ഈ കുന്നും നരിമുടയൊക്കെ ഉണ്ട്. ഇളനീര് വെക്കണ ഈ മാപ്പിളയുണ്ട്. ഇവിടെ അസ്തമനം നോക്കി നിന്നാൽ ആർക്കും കവിതയും കഥയും ഒക്കെ വരുമെന്ന് പറയൂ ഏട്ടൻ. കുട്ടി, അച്ഛൻ അങ്ങനെയല്ലേ വിളിക്കാറ്? ശ്രീദേവി എന്നാ. അറിയാം. എന്തെങ്കിലും ആവശ്യം വന്നാൽ കുട്ടി എന്നോട് ചോദിക്കണം. ഇനി പണയപ്പണ്ണം കൊടുത്ത് അച്ഛനെ ഓടിക്കരുത്, മനസ്സിലായോ? പണയം വെക്കാൻ ഇനി ഏട്ടനില്ലെങ്കിലും ഇപ്പൊ ഞാനുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഏട്ടന്റെ ഫ്രണ്ട്, ഒക്കെ ശരിയാവും. ആർക്കെങ്കിലും വല്ല രോഗവും വന്നാൽ ചികിത്സിക്കാൻ ഇടകിട്ടാതെ തീർന്നു പോണേന്നാ അച്ഛന്റെ പ്രാർത്ഥന. വീട്ടിലാർക്കായാലും. അന്യന്മാരോട് കഷ്ടപ്പാട് പറയരുതെന്ന് ഞാൻ അച്ഛനെ ശാസിക്കാറ്. ഇപ്പൊ ഞാൻ തന്നെ. ഞാനൊരു അന്യനല്ല. പോകാം. പ്രകൃതി ഭംഗി അധികം കണ്ടെന്ന് അബദ്ധത്തിൽ കവിത തോന്നി തുടങ്ങിയാൽ രോഗികൾ കഷ്ടപ്പെടില്ലേ?